ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു നൈറ്റിയിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ല മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നെക്കും ഉണ്ട്, അതിൻ്റെ ഒപ്പം കുറച്ച് ഇതായിട്ട് അത് സ്ലീവ് ഇതായി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു വെച്ചിട്ടുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ നമ്മളിത് ഇവിടെ ഒരു കുറച്ച് ഓപ്പൺ കുർത്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഒരു ചെറിയ ഓപ്പണൊക്കെ കൊടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെ തയ്ക്കുന്നതെന്ന് കാണാം. ഈ നമ്മൾ നൈറ്റിയിലെടുത്തിരിക്കുന്ന ഈ കഴുത്തിൻ്റെ അളവ് വെച്ച് ഇങ്ങനെ ആ കഴുത്ത് അതേപോലെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു വി, പിന്നെ ഒരു 2 ഇഞ്ച് അകലത്തിൽ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇവിടുന്ന് ഒരു 4 ഇഞ്ച് കിട്ടത്തക്ക രീതിയിൽ ഇങ്ങോട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ജോയിൻറ്റ് വരുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ പീസ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതല്ലാത്ത രീതിയിൽ ഇത് കട്ട് ചെയ്യാം. ഇതിങ്ങനെ 2 പീസ് വീതമാണ് ഓരോ വശത്തേക്കും ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വശം നമ്മൾ ഇങ്ങനെ അടിച്ച് മറിച്ച് അതിൻ്റെ അടിയിൽ വരുന്ന പീസിലേക്ക് വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ അതേപോലെ ഒരു ഒറ്റ കളർ ബ്ലാക്ക് കളറുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇതിലും ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന അതേ കഴുത്തിൻ്റെ അളവിൽ നമ്മൾ ഇതിങ്ങനെ വെച്ച് അടയാളപ്പെടുത്തുന്നു. അതേ ഒപ്പം അതേ ലെങ്ത്ത് നമ്മൾ 4 ഇഞ്ച് ലെങ്ത്താണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഈ പീസിൽ 4 ഇഞ്ച് എടുക്കുക. പിന്നെ ഇവിടേക്ക് വന്നിരിക്കുന്ന പീസ് ഈ നൈറ്റി പീസിൻ്റെ കറക്റ്റ് ഷോൾഡറാണ്. അവിടുന്ന് ഒരു 4 ഇഞ്ച് താത്തി നമ്മുടെ കൈക്കുഴിയിലേക്ക് അടിച്ച് വെക്കേണ്ട പീസാണ്. അത് ഇത്രയും എടുത്തതിന് ശേഷം ഈ 4 ഇഞ്ചിന് ശേഷം ഇവിടെ നമ്മുടെ നൈറ്റിയുടെ അളവിനനുസരിച്ച് ഇവിടത്തെ വശത്തേക്കുള്ള വീതി നമ്മൾ കറക്റ്റ് ആക്കണം. ചെറിയ നൈറ്റി ആണെങ്കിൽ ഒരു 4 ഇഞ്ച് 3.5 ഇഞ്ചോളം മതിയാവും. അതിനനുസരിച്ച് XL XXL ഒക്കെ ആണെങ്കിൽ ഇതിപ്പോൾ എൻ്റെ XLൻ്റെ അളവായതുകൊണ്ട് ഒരു 4.5 ഇഞ്ച് ഞാൻ ഇങ്ങോട്ട് നീട്ടി എടുത്തിട്ടുണ്ട്. ഒരേപോലെ തന്നെ ഇവിടെ നടുവേ മുറിഞ്ഞിട്ടില്ല, ഇത് നിവർത്തി ഇടാനുള്ളതാണ്. അവിടുന്ന് ഈ 4 ഇഞ്ച് താത്തി അവിടുന്ന് ഒരു യു ഷേപ്പ് പോലെ ഇങ്ങനെ കർവ് മോഡലിൽ ഇങ്ങനെ വരച്ച് ഇവിടേക്ക് മുട്ടിച്ചിരിക്കുവാണ്. ഒരു 2 ഇഞ്ച് ഉയർത്തിയതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ കർവാക്കിയാൽ വരച്ചാലും മതി. ഇനി ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്കിൽ പിന്നെ അവർ ഇതിങ്ങനെ വെച്ച് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഈ നൈറ്റി തയ്ച്ചിരിക്കുന്ന ഈ പീസിൻ്റെ തന്നെ നമ്മളൊരു ക്രോസ് കഷ്ണം ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്യാം, ത്രെഡ് പൈപ്പിംഗ് ചെയ്യാം. ഈ അരികു വഴി ഇങ്ങനെ അതും ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് വെക്കാനായിട്ട് 2 ബ്ലാക്ക് കളറിലെ ബട്ടൺസ് ആവശ്യമുണ്ട്. അതേപോലെ ഇനി എങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇത് നൈറ്റിയുടെ ഫ്രണ്ട് പീസാണ്. ഇതിങ്ങനെ 2ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഞാനൊരു 6 ഇഞ്ച് ഉയരത്തിൽ 6 ഇഞ്ച് മുകളിലേക്കാക്കി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുവാണ്. നമുക്കൊരു ചെറിയ മോഡലിന് വേണ്ടിയാണ്. ഇവിടെ ഫ്രണ്ടിൽ കുർത്തിയുടെയൊക്കെ പോലെ ഒന്ന് ഓപ്പണായി കിടക്കാൻ. ഇതിൻ്റെ വശം നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചേച്ച് ഈ അരികു വഴി ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വരെ ഞാൻ അടിച്ചെടുക്കുവാണ്. ഇവിടെ ഒന്നും കൂടെ നമ്മൾ അടിക്കുന്നത് ഇതിലൊരു ജോയിൻറ്റ് വരുന്നത് കൊണ്ടാണ്. ഇങ്ങനെ ഇത് കറക്റ്റായിട്ടുള്ള പീസാണെങ്കിൽ ജോയിൻ്റ് അല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ അടിച്ച് മറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെച്ച് ഞാൻ അടിച്ച് അപ്പുറത്തേക്ക് മറിച്ചെടുക്കണം. അതും നല്ല വശത്തേക്ക് മറിച്ച് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ച് ഇവിടെ വരുമ്പോൾ നമ്മളൊരു ചെറുതായിട്ടൊരു വി ഷേപ്പിൽ നിന്ന് അടിച്ചു കൊടുക്കുവാണ്. ഈ വശം നമുക്കിതാ ഇങ്ങനെ ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കളയാം. ആ വി പോലെ അടിച്ചിരിക്കുന്ന വശം
ശേഷം ഇപ്പുറത്തേക്ക് മറിച്ചെടുക്കണം. നല്ല വശത്തേക്ക് നമ്മളിത് മറിച്ചെടുത്ത് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന ഈ പീസ് ഇവിടെ കൂട്ടിയടിച്ച് വി ഷേപ്പ് ഈ കഴുത്ത് ഫുൾ ഇങ്ങനെ അടിക്കുവാണ്. അതുപോലെ തന്നെ ഈ സൈഡ് വശം കൂടി നമ്മൾ ഇതിൻ്റെ ഒപ്പം തയ്ച്ചു കൊടുക്കുന്നു. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ സൈഡിലേക്ക് കിടക്കുന്ന ഈ വശം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് അടിച്ചു വയ്ക്കാം. ഈ ബ്ലാക്ക് പീസിലേക്ക് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ഈ ത്രെഡ് പൈപ്പിങ് ഈ സൈഡ് വഴി അടിച്ചെടുക്കുവാണ്. ഷേപ്പ് മാറിപ്പോവാണ്ട് തന്നെ എടുക്കണം. ത്രെഡ് പൈപ്പിംഗ് അറിയത്തില്ലാത്തവർക്ക് സാധാരണ പൈപ്പിംഗ് ചെയ്യാം കേട്ടോ. നമ്മൾ നൈറ്റിയുടെ താഴ്വശത്ത് കട്ട് ചെയ്ത പീസാണ് ഈ അടിക്കുന്നത്. ഇങ്ങനെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് മടക്കി തയ്ച്ച് വെച്ചാൽ മതി. നൈറ്റിയിലെ നെക്ക് കട്ട് ചെയ്തിരിക്കുന്ന പീസ് ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കളയുവാണ്. ശേഷം നമ്മൾ ഷോൾഡർ മൂലം അടിച്ച് ഈ പീസിലെ അടിപ്പ് ഇത് നമ്മുടെ താഴത്തെ നൈറ്റി പീസ് വരത്തക്ക രീതിയിൽ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുവാണ്. ഇത് ചോദിച്ചാൽ ഈ കഴുത്ത് നമ്മൾ ഓൾറെഡി മറിച്ചടിച്ചെല്ലാം ഫിനിഷിങ് തയ്ച്ചു പോയതുകൊണ്ടാണ് കേട്ടോ. വലിയ പീസല്ലേ നൈറ്റി വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ നമ്മളത് ചെയ്യുന്നത്. ഇനി ഈ പീസ് നമ്മൾ ഈ നൈറ്റിയുടെ പീസിലേക്ക് ഇതാ ഇങ്ങനെ ത്രെഡ് അടിച്ച് വെച്ച വശം ഇങ്ങനെ ഒന്ന് ആക്കി തയ്ച്ച് വെക്കുവാണ്. ഇവിടെ ഓരോ ഇതേപോലെ ബ്ലാക്ക് കളറിലെ 2 ബട്ടൺസ് വെച്ച് കൊടുക്കണം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് സ്ലീവ് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ബ്ലാക്ക് പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇതുപോലെ പടി വെക്കുന്നു. ഇതിന് പടി വെക്കാം. ആ കളറിൽ ഒരു പോക്കറ്റ് എടുക്കുന്നുണ്ട്. അതിനും അതുപോലെ തന്നെ നമ്മൾ ആ താഴ്വശത്തേക്കുള്ള പീസിൻ്റെ പടി വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.